പോവുകയാണ്. പേജ് നമ്പർ 7 എടുത്തേ. പേജ് നമ്പർ 7. ജാക്ക് ആൻഡ് ദ ബീൻസ്റ്റോക്ക്. ജാക്ക് ആൻഡ് ദ ബീൻസ്റ്റോക്ക്. ജാക്കും ബീൻസ്റ്റോക്കും. ജാക്കും ബീൻസ്റ്റോക്കിന്റെ ഒരു സ്റ്റോറിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ജാക്ക് ആൻഡ് ദ ബീൻസ്റ്റോക്ക്. ഓക്കെ. This lesson deals with the critical and critical things. All enjoy listen to stories. Do not feel. Okay. നമ്മൾ എല്ലാവരും കഥകൾ കേൾക്കുന്നു, ആസ്വദിച്ചു. അല്ലേ? നമ്മൾ എല്ലാവരും ആ കഥകൾ കേൾക്കുന്നത് ആസ്വദിച്ചാണ്. നമ്മൾ എല്ലാവരും എന്താണ് ആ കഥകൾ കേൾക്കുന്നത് നമുക്ക് എല്ലാവർക്കും വലിയ ഇഷ്ടമാണ്. നമ്മൾ എന്താ കഥകൾ കേൾക്കുന്നത് എല്ലാവരും എന്തായിട്ടാണ് ആസ്വദിച്ചാണ് കഥകൾ കേൾക്കുന്നത്. ഓക്കെ. You must have heard many stories. നിങ്ങൾക്ക് ഒരുപാട് കഥകൾ നിങ്ങളുടെ കേട്ടിട്ടുണ്ടാവും. നിങ്ങൾ ഒരുപാട് കഥകൾ നിങ്ങളുടെ ഇരുന്നതായിരിക്കും കേട്ടിട്ടുണ്ടാവും. നിങ്ങൾ ഒരുപാട് കഥകൾ കേട്ടിട്ടുണ്ടാവും. ഓക്കെ. Can you identify the two stories given below by looking at these pictures? രണ്ട് സ്റ്റോറി, രണ്ട് കഥകളുടെ പിക്ചേഴ്സ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. നോക്കിക്കേ, എല്ലാവരും കണ്ടോ? If you know their names, write them below the pictures. If you don't, ask for your teacher's help. നിങ്ങൾക്ക് അതിന്റെ പേര് അറിയാമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ആ പിക്ചറിന്റെ താഴെയായിട്ട് എഴുതുക. ഓക്കെ. നമുക്ക് തുടങ്ങാം. എല്ലാവരും ശ്രദ്ധിച്ചിരുന്നേ. Once upon a time, in a small village in England, there lived a woman. Once upon a time, in a small village in England, there lived a woman. പണ്ട് ഇംഗ്ലണ്ടിൽ ഒരു ചെറിയ ഗ്രാമത്തില് ഒരു സ്ത്രീ എന്തെയ്തിരുന്നു? താമസിച്ചിരുന്നു. പണ്ട് ഇംഗ്ലണ്ടിലെ ഒരു ചെറിയ ഗ്രാമത്തില് ഒരു സ്ത്രീ താമസിച്ചിരുന്നു. പണ്ട് ഇംഗ്ലണ്ടിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ എന്താ ഒരു സ്ത്രീ താമസിച്ചിരുന്നു. ഓക്കെ. She had a son named Jack. അവൾക്ക് ജാക്ക് എന്ന പേരുള്ള ഒരു മകൻ ഉണ്ടായിരുന്നു. She had a son named Jack. അവൾക്ക് ജാക്ക് എന്ന പേരുള്ള ഒരു മകൻ ഉണ്ടായിരുന്നു. They lived in a little cottage. അവർ താമസിച്ചിരുന്നത് ഒരു ചെറിയ കോട്ടേജിലായിരുന്നു. അവരുടെ താമസിച്ചിരുന്നത് They lived in a little cottage. ഒരു ചെറിയ കോട്ടേജിലായിരുന്നു അവർ താമസിച്ചിരുന്നത്. പണ്ട് ഇംഗ്ലണ്ടിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ ഒരു സ്ത്രീ താമസിച്ചിരുന്നു. അവൾക്ക് ജാക്ക് എന്ന പേരുള്ള ഒരു മകൻ ഉണ്ടായിരുന്നു. അവർ താമസിക്കുന്നത് ചെറിയൊരു കോട്ടേജിലായിരുന്നു. ജാക്ക് ആൻഡ് ഹിസ് മദർ വെയർ വെരി പുവർ. ജാക്കും അവന്റെ അമ്മയും വളരെ ദരിദ്രരായിരുന്നു. ജാക്കും അവന്റെ അമ്മയും എന്താ വളരെ ദരിദ്രരായിരുന്നു. She worked in the other pupils' house and gathered just enough money to eat one meal a day. She worked in the other pupils' houses and gathered just enough money to eat one meal a day. അതായത് അവളെന്താ മറ്റുള്ളവരുടെ വീടുകളിൽ ജോലി ചെയ്യും. ഒരു ദിവസം ഭക്ഷണം കഴിക്കാനുള്ള പണം മാത്രമേ എന്ത് ചെയ്തിരുന്നു? ശേഖരിക്കാൻ ചെയ്തു. അവളെന്ത് ചെയ്തു? മറ്റുള്ള വീടുകളിൽ പോയി ജോലി ചെയ്താണ് ജീവിച്ചിരുന്നത്. മറ്റുള്ള വീടുകളിൽ പോയി ജോലി ചെയ്തിട്ട് ഒരു ദിവസത്തെ ആഹാരത്തിന് വേണ്ടിയിട്ടുള്ള പണം മാത്രമേ എന്ത് ചെയ്തിരുന്നുള്ളൂ? ശേഖരിച്ചിരുന്നുള്ളൂ. അതായത് മറ്റുള്ള വീടുകളിൽ പോയാണ് ജാക്കിന്റെ അമ്മ ജോലി ചെയ്തിരുന്നത്. ജോലി ചെയ്തിട്ട് അന്നത്തേക്കുള്ള, അതായത് ഒരു ദിവസത്തേക്ക് കഴിയാനുള്ള ആഹാരത്തിന്റെ പണം മാത്രമേ എന്ത് ചെയ്തിരുന്നുള്ളൂ? അത് ശേഖരിച്ചിരുന്നുള്ളൂ. ആ ഓരോ ദിവസം അന്നത്തെ ദിവസത്തേക്ക് കഴിയാനുള്ള ആഹാരത്തിന്റെ പണം മാത്രമേ അവിടെ ശേഖരിച്ചിരുന്നുള്ളൂ. ഓക്കെ. Once upon a time, in a small village in England, there lived a woman. She had a son named Jack. They lived in a little cottage. Jack and his mother were very poor. She worked in other people's houses and gathered just enough money to eat one meal a day. Jack did not have many friends, but he was kind and hurt and loved animal. Jack did not have many friends. ജാക്കിന് എന്താണ്? അധികം സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നില്ല. ജാക്കിന് അധികം സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നില്ല. പിന്നെ എന്താണ് അവനുണ്ടായിരുന്നത്? But he was kind and hurt and loved animal. He was kind and hurt and loved animal. അവൻ ദയയുള്ളവരും മൃഗങ്ങളെ സ്നേഹിക്കുന്നവനുമായിരുന്നു. എന്താണ്? ദയയുള്ളവരും മൃഗങ്ങളെ സ്നേഹിക്കുന്നവരുമായിരുന്നു. അവൻ ദയയുള്ളവരും മൃഗങ്ങളെ സ്നേഹിക്കുന്നവരുമായിരുന്നു. The herd
but he was kind and hurt and loved animals. But he was kind and hurt and loved animals. They had a cow at home. They had a cow at home. അവരുടെ വീട്ടിൽ എന്തായിരുന്നു? ഒരു പശു ഉണ്ടായിരുന്നു. അവരുടെ വീട്ടിൽ ഒരു പശു ഉണ്ടായിരുന്നു. They had a cow at home. Her name was Milky White. അവളുടെ പേരെന്താണ്? മിൽക്കി വൈറ്റ് എന്നായിരുന്നു. അവളുടെ പേര് മിൽക്കി വൈറ്റ് എന്നായിരുന്നു. Jack was very fond of her. ജാക്കിന് അവളെ വളരെ ഇഷ്ടമായിരുന്നു. Once upon a time in a small village in England there lived a woman. അതായത് ഇംഗ്ലണ്ടിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ ഒരു സ്ത്രീ താമസിച്ചിരുന്നു. She had a son named Jack. അവരുടെ മകന്റെ പേര് ജാക്ക് എന്നായിരുന്നു. They lived in a little cottage. അത് താമസിച്ചത് ചെറിയൊരു കോട്ടേജിലായിരുന്നു. Jack and his mother were very poor. ജാക്കും അവരുടെ അമ്മയും വളരെ ദരിദ്രരായിരുന്നു. She worked in other people's houses and gathered just enough money to eat one meal a day. അന്നത്തേക്കുള്ള ആഹാരത്തിനുള്ള പണം മാത്രമേ അവന്റെ അമ്മ മറ്റുള്ള വീടുകളിൽ പോയി ജോലി ചെയ്ത് അന്നത്തേക്കുള്ള ആഹാരത്തിനുള്ള പണം മാത്രമേ ശേഖരിച്ചിട്ടുള്ളൂ. അവന്റെ അമ്മ മറ്റുള്ളവരുടെ വീടുകളിൽ പോയി അന്നത്തേക്കുള്ള ആഹാരത്തിനുള്ള പണം മാത്രമേ ശേഖരിച്ചിരുന്നുള്ളൂ. Jack did not have many friends. ജാക്കിന് അധികം ഫ്രണ്ട്സ് ഒന്നും ഇല്ലായിരുന്നു. But he was kind and hurt and loved animals. അവനെന്താ വളരെ ഇഷ്ടം നല്ല മൃഗങ്ങളോട് വളരെ ഇഷ്ടമായിരുന്നു. She had a cow at home. അവന്റെ വീട്ടിൽ ഒരു പശു ഉണ്ടായിരുന്നു. Her name was Milky White. അതിന്റെ പേര് മിൽക്കി വൈറ്റ് എന്നായിരുന്നു. Jack was very fond of her. ജാക്കിന് വളരെ ഇഷ്ടമായിരുന്നു. മിൽക്കി വൈറ്റിന് ജാക്കിന് വളരെ ഇഷ്ടമായിരുന്നു. ഓക്കെ, ടീച്ചർ പറഞ്ഞത് ആ സ്റ്റോറിയിൽ ടീച്ചർ ഒന്നും കൂടെ പറഞ്ഞത് എല്ലാവരും ശ്രദ്ധിച്ചിരുന്നു. പണ്ട് ഇംഗ്ലണ്ടിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ ഒരു സ്ത്രീ താമസിച്ചിരുന്നു. അവർക്ക് ജാക്ക് എന്ന പേരുള്ള ഒരു മകൻ ഉണ്ടായിരുന്നു. അതുപോലെ എന്താണ്, അവിടെ ഒരു ചെറിയ കോട്ടേജിലായിരുന്നു താമസിച്ചിരുന്നത്. ജാക്കിന്റെ അമ്മയും വളരെ ദരിദ്രരായിരുന്നു. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാല് ജാക്കിന്റെ അമ്മ മറ്റുള്ള വീടുകളിൽ പോയി ജോലി ചെയ്ത് അന്നത്തേക്കുള്ള ആഹാരത്തിനുള്ള പൈസ മാത്രമേ ശേഖരിച്ചിരുന്നുള്ളൂ. ജാക്കിന് അധികം ഫ്രണ്ട്സ് ഒന്നും ഇല്ലായിരുന്നു. അവന് മൃഗങ്ങളെ വളരെ ഇഷ്ടമായിരുന്നു. പക്ഷെ അവനെന്താണ്, ഒരു പശു ഉണ്ടായിരുന്നു. ആ പശുവിനോട് അതിന്റെ പേരെന്ന് പറയുന്നത് മിൽക്കി വൈറ്റ് എന്നായിരുന്നു. ആ പശുവിന്റെ പേരെന്താണ്? മിൽക്കി വൈറ്റ് എന്നായിരുന്നു. ജാക്കിന് ആ പശുവിനെ വളരെ ഇഷ്ടമായിരുന്നു. ഓക്കെ, അതെല്ലാവർക്കും മനസ്സിലായല്ലോ. ടീച്ചർ ഒന്നും കൂടെ ആ സ്റ്റോറി വായിക്കാൻ അത്രയും എല്ലാവരും ശ്രദ്ധിച്ചിരുന്നേ. Once upon a time, in a small village in England, there lived a woman. She had a son named Jack. They lived in a little cottage. Jack and his mother were very poor. She worked in other people's house and gathered just enough money to eat one meal a day. Jack did not have many friends, but he was kind and hurt and loved animals. They had a cow at home. Her name was Milky White. Jack was very fond of her. Okay, ഇനി അടുത്ത paragraph നോക്കിക്കേ. One year the winter was very severe and Jack's mother felt very sick. അതായത് ഒരു വർഷം ശീതകാലം വളരെ കഠിനമായിരുന്നു. അപ്പോൾ അവന്റെ അമ്മയ്ക്ക് എന്താണ്, വല്ലാത്ത അസുഖം തോന്നുന്നു. ശീതകാലമായപ്പോഴത്തേക്കും അവന്റെ അമ്മയ്ക്ക് വല്ലാത്ത അസുഖം തോന്നിയിരുന്നു. She lost her job. You could not find another one, mother. Why are you so worried? asked Jack. And she could not find another one. Mother, why are you so worried? asked Jack. അതായത് അപ്പോൾ അമ്മയ്ക്ക് വളരെ അസുഖം വന്നതുകൊണ്ട് അവൾക്ക് ജോലി നഷ്ടപ്പെട്ടു. മറ്റൊരാളെ കണ്ടെത്താനായില്ല. അമ്മയെ നിങ്ങൾ എന്തിനാണ് വിഷമിക്കുന്നതെന്നെങ്കിൽ ആരും ചോദിച്ചു. ജാക്ക് അവരോട് ചോദിച്ചു, അമ്മയോട് ചോദിക്കാൻ, അമ്മയെ നിങ്ങൾ ജോലി പോയിരുന്നത് എന്തിനാണ് വിഷമിക്കുന്നതെന്ന് അമ്മ ജാക്ക് എന്ത് ചെയ്തു, അമ്മയോട് ചോദിച്ചു. അമ്മ എന്തിനാണ് അമ്മയുടെ ജോലി പോയത് ഇങ്ങനെ വിഷമിക്കുന്നത് എന്തിനാണെന്ന് അമ്മയോട് ജാക്ക് ചോദിച്ചു. ഓക്കെ, His mother did not say anything. So Jack suggested. His mother did not say anything. So Jack suggested. അതായത് അവന്റെ അമ്മ ഒന്നും പറഞ്ഞില്ല. അതിനാൽ ജാക്ക് നിർദ്ദേശിച്ചു. അവന്റെ അമ്മയോട് പറഞ്ഞു, അമ്മ ജോലി പോയത് എന്തിനാണ് വിഷമിക്കുന്നത്
അങ്ങനെ ചോദിച്ചപ്പോൾ അമ്മ എന്താ ഒന്നും മിണ്ടിയില്ല, ഒന്നും പറഞ്ഞില്ല. അപ്പോഴത്തേക്ക് അവൻ ജാക്ക് അമ്മയോട് നിർദ്ദേശിച്ചു. എന്തായിരുന്നു നിർദ്ദേശിച്ചത്? Let us sell Milky White and buy some food with the money. Let us sell Milky White and buy some food with that money. നമുക്ക് എന്താ നമ്മുടെ മിൽക്കി വൈറ്റിനെ വിറ്റതിന് ശേഷം കുറച്ച് പണം കിട്ടത്തില്ല, ആ പൈസ കൊണ്ട് നമുക്ക് എന്താ കുറച്ച് ഫുഡ് വാങ്ങിക്കാമെന്ന് അമ്മയോട് ജാക്കിന്റെ സജഷൻ പറയുകയാണ്. ജാക്കിന്റെ സജഷൻ എന്തായിരുന്നു? നമുക്ക് മിൽക്കി വൈറ്റിനെ വിറ്റതിന് ശേഷം കുറച്ച് പൈസ നമുക്ക് കിട്ടുക, ആ പൈസ കൊണ്ട് നമുക്ക് എന്താ കുറച്ച് ഫുഡ് വാങ്ങിക്കാമെന്ന് ജാക്ക് അമ്മയോട് പറയുകയാണ്. നമുക്ക് മിൽക്കി വൈറ്റിനെ വിൽക്കാം, മിൽക്കി വൈറ്റിനെ വിറ്റതിന് ശേഷം നമുക്ക് കിട്ടുന്ന പണം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, പുതിയൊരു കുറെ ഫുഡ്സ് നമുക്ക് വാങ്ങിക്കാം, കുറെ ഫുഡുകൾ നമുക്ക് വാങ്ങിക്കാം, നമുക്ക് അതുകൊണ്ട് മിൽക്കി വൈറ്റിനെ വിൽക്കാമെന്ന് ജാക്ക് അമ്മയോട് പറയുകയാണ്. But there was no other way to get money. Jack's mother know Jack's loved this cow. ജാക്കിന്റെ അമ്മയ്ക്ക് അറിയാമായിരുന്നു എന്താ, ജാക്കിന് ആ കൗവിന് വളരെ ഇഷ്ടമാണെന്ന് ജാക്കിന്റെ അമ്മയ്ക്ക് അറിയാമായിരുന്നു. ജാക്കിന്റെ അമ്മയ്ക്ക് എന്തറിയാമായിരുന്നു? ആ കൗവിനെ മിൽക്കി വൈറ്റിനെ ജാക്കിന് വളരെ ഇഷ്ടമായിരുന്നു എന്ന് ജാക്കിന്റെ അമ്മയ്ക്ക് അറിയാമായിരുന്നു. But there was no other way to get money. So she agreed. Okay, നമുക്ക് ആ പണം കുറച്ച് ഭക്ഷണം വാങ്ങാം. ജാക്കിന് പശുവിനെ സ്നേഹിച്ചിരുന്നു, ഭയങ്കര ഇഷ്ടമായിരുന്നെന്ന് അറിയാമല്ലോ. പക്ഷെ പണം കിട്ടാൻ വേറെ മാർഗമൊന്നും ഇല്ലായിരുന്നില്ലേ? But there was no other way to get money. അവർക്ക് പണം കിട്ടാൻ വേണ്ടിയിട്ട് വേറെ മാർഗമൊന്നും ഇല്ലായിരുന്നു. പശുവിനെ വിൽക്കുന്നതല്ലാതെ വേറെ ഒരു മാർഗവും അവരുടെ മുമ്പിൽ ഇല്ലായിരുന്നു. അവർക്ക് ആഹാരം വാങ്ങിക്കാനോ ഭക്ഷണമൊന്നും കിട്ടാത്തൊരു അവസ്ഥ വന്നപ്പോഴത്തേക്ക് അവരുടെ മുമ്പിലെത്താ ആ മിൽക്കി വൈറ്റ് മാത്രമേ വിൽക്കാനുള്ളായിരുന്നു. ആ മിൽക്കി വൈറ്റിനെ വിൽക്കാതെ യാതൊരു മാർഗവും അവരുടെ മുമ്പിൽ ഭക്ഷണം കഴിക്കാനായിട്ട് ഇല്ലായിരുന്നു. അതുകൊണ്ട് എന്താ, ജാക്കിന് മിൽക്കി വൈറ്റിന് വളരെ ഇഷ്ടമായിരുന്നെങ്കിലും വിൽക്കാതെ ഒരു മാർഗവും ഇല്ലായിരുന്നു. ഓക്കെ, ഷീ എഗ്രീഡ്, അവൾ സമ്മതിച്ചു. ഓക്കെ, അത്യാവശ്യം ഒന്നുകൂടെ പറയുകയാണ് എന്ന് വെച്ച് കഴിഞ്ഞാല് അവളുടെ അമ്മ വേറെ മറുപടി ഒന്നും പറഞ്ഞില്ല. ജാക്കിന്റെ നിർദ്ദേശം പറഞ്ഞു, എന്താണ്, നമുക്ക് മിൽക്കി വൈറ്റിനെ വിറ്റുകൊണ്ട് നമുക്ക് കുറച്ച് ഫുഡ്, ആ പൈസ കൊണ്ട് നമുക്ക് കുറച്ച് ഫുഡുകൾ വാങ്ങിക്കാമെന്ന് ജാക്കിന്റെ അമ്മയോട് ജാക്ക് അമ്മയോട് പറഞ്ഞു. അന്നേരം ജാക്കിന്റെ അമ്മയ്ക്ക് അറിയാമായിരുന്നു ജാക്കിന് ആ കൗവിനെ, ആ മിൽക്കി വൈറ്റിനെ വളരെ ഇഷ്ടമായിരുന്നു എന്ന് ജാക്കിന്റെ അമ്മയ്ക്ക് അറിയാമായിരുന്നു. പിന്നെ എന്താ, അവർക്ക് അതിനെ വിൽക്കാതെ വേറൊരു മാർഗം അവർക്ക് ഭക്ഷണം വാങ്ങിക്കാൻ ഇല്ലാത്തതുകൊണ്ട് അമ്മ എന്ത് ചെയ്തു, സമ്മതിക്കുകയാണ് ചെയ്തത്. ആ പാരഗ്രാഫ് ഒന്നുകൂടെ വായിക്കാൻ എല്ലാവരും ശ്രദ്ധിച്ചിട്ടേ. His mother did not say anything, so Jack suggests, let us sell Milky White and buy some food with that money. Jack's mother know Jack loved his cow, but there was no other way to get money, so she agreed. Okay, next paragraph നോക്കിക്കേ. The next morning she told Jack. The next morning she told Jack. പിറ്റേന്ന് രാവിലെ എന്ത് ചെയ്തു, അവൾ ജാക്കിനോട് പറഞ്ഞു. എന്താണ് പറഞ്ഞത്? She told Jack, Jack, please take Milky White to the market for me. Jack, please take Milky White to the market for me. നീ എന്ത് ചെയ്യുക, മിൽക്കി വൈറ്റുമായിട്ട് മിൽക്കി വൈറ്റിനെ എന്ത് ചെയ്യുക, മാർക്കറ്റിൽ കൊണ്ടുപോകുക. നീ എന്ത് ചെയ്യുക, മിൽക്കി വൈറ്റിനെ മാർക്കറ്റിൽ കൊണ്ടുപോകുക. ആൻഡ് സെൽ ഹർ ഫോർ എ ഗുഡ് ഡീൽ. അതിനുശേഷം എന്ത് ചെയ്യുക, നല്ലൊരു ഡീല്, അവളെ നല്ല വിലയ്ക്ക് അവളെ വിൽക്കുക. മോർണിംഗ് ഷീ ടോൾഡ് ജാക്ക്. അവൾ എന്ത് ചെയ്തു, പിറ്റേന്ന് രാവിലെ ജാക്കിനോട് പറഞ്ഞു, ജാക്ക് പ്ലീസ് ടേക്ക് മിൽക്കി വൈറ്റ് ടു ദ മാർക്കറ്റ് ഫോർ മീ. നീ എന്ത് ചെയ്യുക, മിൽക്കി വൈറ്റുമായിട്ട് പിറ്റേന്ന് രാവിലെ തന്നെ എന്താ ചെയ്യുക, മാർക്കറ്റിൽ പോവുക. എന്നിട്ട് നല്ലൊരു ഡീല് നടത്തുക, അവളെ നല്ല വിലയ്ക്ക് വിൽക്കാൻ വേണ്ടിയിട്ട് ഒരു ഡീല് നടത്തുക എന്ന് പറഞ്ഞില്ലേ? ഓക്കെ, ആൻഡ് സെൽ ഹർ ഫോർ എ ഗുഡ് ഡീൽ. Bring back the money and I will cook us some food. Bring back the money and I will cook us some food. നമുക്ക് എന്താ, ആ കിട്ടുന്ന പൈസ വാങ്ങിച്ചുകൊണ്ട് വന്നതിന് ശേഷം എന്ത് ചെയ്യാം, നല്ല ഭക്ഷണം പാകം ചെയ്ത് തരാം. നീ എന്ത് ചെയ്യാം, നമുക്ക് നീ അതിനെ വിറ്റതിന് ശേഷം ആ പൈസ കൊണ്ടുവന്നതിന് ശേഷം നിനക്ക് എന്ത് ചെയ്യാൻ, ഞാൻ നിനക്ക് നല്ല ഭക്ഷണം പാചകം ചെയ്ത് തരാമെന്ന് അവന്റെ അമ്മ എന്ത് ചെയ്തു, ജാക്കിനോട് പറയുകയാണ് ചെയ്തത്. The next morning she told Jack, Jack, please take Milky White to the market for me and sell her for a good deal. Bring back the money and I will cook us some food.
Okay. Jack went to the market. He was petting and talking to Milky White. When he met an old man, he stopped Jack. Jack marketil പോയി. Jack went to the market. Jack എന്ത് ചെയ്തു? മാർക്കറ്റിൽ പോയി. He was petting and talking to Milky White. എന്ത് ചെയ്തു? അയാൾ മിൽക്കി വൈറ്റിനോട് ലാളിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അതായത് മിൽക്കി വൈറ്റിന്റെ സ്നേഹത്തോടു കൂടി ജാക്ക് എന്ത് ചെയ്തു? ലാളിച്ചുകൊണ്ട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ആരെയാ? മിൽക്കി വൈറ്റ്. അതായത് ജാക്കിന്റെ പശുവിനെ ജാക്ക് എന്ത് ചെയ്തു? ലാളിച്ചുകൊണ്ട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. എവിടെ? മാർക്കറ്റിൽ കൊണ്ടുപോയിട്ട് മിൽക്കി വൈറ്റിനോട് ലാളിച്ചുകൊണ്ട് അതിനെ ലാളിച്ചുകൊണ്ട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. When he met an old man, he stopped Jack. ഇതെന്താ ഇത്? ഒരു ഓൾഡ് വന്നിട്ടുണ്ട്. അവിടെ ജാക്കിനെ കണ്ടുമുട്ടി. അവൻ ജാക്കിനെ അടുത്ത് ചെന്നു. ജാക്കിന്റെ അടുത്ത് നിർത്തി. Okay. Jack went to the market. He was petting and talking to Milky White. When he met an old man, he stopped Jack. So young lad, where are you going? He asked Jack. വളരെ ചെറുപ്പക്കാരനായ നീ എവിടെ പോകുന്നു എന്ന് എന്ത് ചെയ്തു? ജാക്കിനോട് അവൻ ചോദിച്ചു. So young lad, where are you going? He asked Jack. വളരെ ചെറുപ്പക്കാരനായ നീ എവിടെ പോകുന്നു എന്ന് അദ്ദേഹം എന്ത് ചെയ്തു? ജാക്കിനോട് ചോദിച്ചു. I am going to the market to sell Milky White, my cow. Jack replied sadly. അവൻ പറഞ്ഞു എന്താ? I am going to the market to sell Milky White. ഞാൻ എൻ്റെ പശുവിനെ വിൽക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? മിൽക്കി വൈറ്റിനെ വിൽക്കാൻ വേണ്ടിയിട്ട് മാർക്കറ്റിലേക്ക് പോവുകയാണ്. മൈ കൗ, എൻ്റെ പശുവാണ്. ജാക്ക് റിപ്ലൈഡ് സാഡ്ലി. ജാക്ക് എന്ത് ചെയ്തു? സങ്കടത്തോടു കൂടി മറുപടി പറഞ്ഞു. സാഡ്ലി, സങ്കടത്തോടു കൂടി എന്ത് ചെയ്തു? ജാക്ക് മറുപടി പറഞ്ഞു. I am going to the market to sell Milky White, my cow. Jack replied sadly. Why don't you sell her to me? എന്തുകൊണ്ടാണ് നിങ്ങൾ അവളെ എനിക്ക് വിൽക്കാത്തത്? I don't have money for her. എനിക്ക് എന്ത് ചെയ്യാം? പക്ഷേ എൻ്റെ കയ്യിൽ എന്താ? എൻ്റെ കയ്യിൽ അവൾക്ക് പണമില്ല. I have this horse spread his palm open to show Jack a handful beans. ഇവയ്ക്ക് ജാക്കിന് ഒരു പിടി ബീൻസ് കാണിക്കാൻ അവൻ കൈപ്പറ്റിട്ടു. അതിന് ഇടയ്ക്ക് ചെയ്തു? അവന്റെ കയ്യിലുള്ള ബീൻസ് കാണിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ കൈ കാണിച്ചു. അദ്ദേഹത്തിന്റെ കയ്യിൽ പണമില്ല, അതിന് പകരം എന്തുണ്ട്? കയ്യില് ബീൻസ് ഉണ്ടെന്ന് പറഞ്ഞ് കൈ എന്ത് ചെയ്തു? കാണിച്ചു. ഓക്കെ, അവിടെ വരെയാണ് നമ്മൾ പഠിപ്പിച്ചു നിർത്തുന്നത്. എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടെ റീഡ് ചെയ്യാൻ പോവുകയാണ്. അതിനുശേഷം നിങ്ങൾ 3 times റീഡ് ചെയ്യണം. റീഡ് ചെയ്തതിനു ശേഷം പേരൻസിനെ കൊണ്ട് സൈൻ ചെയ്യിപ്പിക്കണം. സൈൻ ചെയ്യിച്ചതിന് ശേഷം എന്ത് ചെയ്യുക? അതിന്റെ ഫോട്ടോ ടീച്ചർ കിട്ടുന്നത്. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. Once upon a time in a small village in England, there lived a woman. She had a son named Jack. They lived in a little cottage. Jack and his mother were very poor. She worked in other places' houses and gathered just enough money to eat one meal a day. Jack did not have many friends, but he was kind of hurt and loved animals. They had a cow at home. Her name was Milky White. Jack was very fond of her. Once upon a time, in a small village in England, there lived a woman. She had a son named Jack. They lived in a little cottage. Jack and his mother were very poor. She worked in other people's houses and gathered just enough money to eat one meal a day. Jack did not have many friends, but he was kind and hurt and loved animals. They had a cow at home. Their name was Milky White. Jack was very fond of her. One year, the winter was very severe, and Jack's mother fell very sick. She lost her job and could not find another one. Mother, why are you so worried? Asked Jack. His mother
I don't have money for her, but I have this. He spread his palm open and showed Jack a handful of beads. Okay. റീഡ് ചെയ്യാൻ പോവുകയാണ്. അതിനുശേഷം നിങ്ങൾ 3 times റീഡ് ചെയ്യണം. റീഡ് ചെയ്തതിനു ശേഷം പേരൻസിനെ കൊണ്ട് സൈൻ ചെയ്യിപ്പിക്കണം. സൈൻ ചെയ്യിച്ചതിന് ശേഷം ചെയ്യുക. അതിന്റെ ഫോട്ടോ കിട്ടുന്നതാണ്. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. Once upon a time in a small village in England, there lived a woman. She had a son named Jack. They lived in a little cottage. Jack and his mother were very poor. She worked in other places' houses and gathered just enough money to eat one meal a day. Jack did not have many friends, but he was kind of hurt and loved animals. They had a cow at home. Her name was Milky White. Jack was very fond of her. Once upon a time, in a small village in England, there lived a woman. She had a son named Jack. They lived in a little cottage. Jack and his mother were very poor. She worked in other people's houses and gathered just enough money to eat one meal a day. Jack did not have many friends, but he was kind and hurt and loved animals. They had a cow at home. Their name was Milky White. Jack was very fond of her. One year, the winter was very severe, and Jack's mother fell very sick. She lost her job and could not find another one. Mother, why are you so worried? Asked Jack. His mother did not say anything, so Jack suggested, let us sell Milky White and buy some food with the money. Jack's mother knew Jack loved his cow, but there was no other way to get money, so she agreed. The next morning she told Jack, Jack, please take Milky White to the market for me and sell her for a good deal. Bring back the money and I will cook us some food. Jack went to the market. He was sitting and talking to Milky White. When he met an old man, he spoke to Jack. So young lad, where are you going? He asked Jack. I am going to the market to sell Milky White. My cow, Jack replied sadly. Why do not you sell her to me? I don't have money for her, but I have this. He spread his palm open and showed Jack a handful of beads. Okay, നമ്മൾ പഠിച്ചു നോക്കുന്നത് എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടെ റീഡ് ചെയ്യാൻ പോവുകയാണ്. അതിനുശേഷം നിങ്ങൾ 3 times റീഡ് ചെയ്യണം. റീഡ് ചെയ്തതിനു ശേഷം പേരൻസിനെ കൊണ്ട് സൈൻ ചെയ്യിപ്പിക്കണം. സൈൻ ചെയ്യിച്ചതിന് ശേഷം ചെയ്യുക. അതിന്റെ ഫോട്ടോ കിട്ടുന്നതാണ്. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. Once upon a time in a small village in England, there lived a woman. She had a son named Jack. They lived in a little cottage. Jack and his mother were very poor. She worked in other places' houses and gathered just enough money to eat one meal a day. Jack did not have many friends, but he was kind of hurt and loved animals. They had a cow at home. Her name was Milky White. Jack was very fond of her. Once upon a time, in a small village in England, there lived a woman. She had a son named Jack. They lived in a little cottage. Jack and his mother were very poor. She worked in other people's houses and gathered just enough money to eat one meal a day. Jack did not have many friends, but he was kind and hurt and loved animals. They had a cow at home. Their name was Milky White. Jack was very fond of her. One year, the winter was very severe, and Jack's mother fell very sick. She lost her job and could not find another one. Mother, why are you so worried? Asked Jack. His mother did not say anything, so Jack suggested, let us sell Milky White and buy some food with the money. Jack's mother knew Jack loved his cow, but there was no other way to get money, so she agreed. The next morning
she told Jack, Jack, please take Milky White to the market for me and sell her for a good deal. Bring back the money and I will cook us some food. Jack went to the market. He was sitting and talking to Milky White. When he met an old man, he stopped Jack. So young lad, where are you going? He asked Jack. I am going to the market to sell Milky White. My cow, Jack replied sadly. Why do not you sell her to me? I don't have money for her, but I have this. He spread his palm open and showed Jack a handful of beans. Okay? ഇപ്പോൾ പഠിച്ചതുവരെ നിങ്ങൾ 3 times നല്ലതുപോലെ റീഡ് ചെയ്യുക. റീഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ പെൻസിനെ കൊണ്ട് സൈൻ ചെയ്യിപ്പിക്കുക. പെൻസിനെ കൊണ്ട് സൈൻ ചെയ്യിച്ചതിന് ശേഷം അതിൻ്റെ ഫോട്ടോ ടീച്ചർ കിട്ടു തരിക. ഓക്കെ, പഠിക്കാൻ പോകുന്നത് ലിറ്ററേച്ചർ ആണ്. ലിറ്ററേച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ സാഹിത്യം. ലിറ്ററേച്ചർ എന്താണ്? സാഹിത്യം. ഓക്കെ, വാട്ട് ആർ ദേ കോൾഡ്? വാട്ട് ആർ ദേ കോൾഡ്? അവരെ എന്താണ് വിളിക്കുന്നത്? അവരെ എന്താണ് വിളിക്കുന്നത്? എന്താണ് വിളിക്കുന്നത് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. എ ബുക്ക് ഗിവൻ ടു യു എവറി ഇയർ ഇൻ സ്കൂൾ. ഇൻ ദിസ് യു ടേക്ക് ഡൗൺ ഇൻസ്ട്രക്ഷൻ ആൻഡ് ഹോംവർക്ക്. A book given to you every year in school, in which you take down instruction and homework. എല്ലാ വർഷവും സ്കൂളിൽ നിങ്ങൾക്ക് നൽകുന്ന ഒരു പുസ്തകം, അതിൽ നിങ്ങൾ നിർദ്ദേശങ്ങളും ഗ്രഹപാഠങ്ങളും നൽകുന്നു. എല്ലാ വർഷവും സ്കൂളിൽ നിന്ന് നിങ്ങൾക്ക് നൽകുന്ന പുസ്തകമാണ്. അതിൽ നിങ്ങളുടെ ഗുണപാഠങ്ങളും നിങ്ങളുടെ ഗ്രഹപാഠങ്ങളും എഴുതുന്നു. അത് നിങ്ങളുടെ ഗുണപാഠങ്ങളും അതുപോലെ തന്നെ എന്താ നിർദ്ദേശങ്ങളും ഗ്രഹപാഠങ്ങളും ഒക്കെ എഴുതുന്നു. നിർദ്ദേശങ്ങളും ഗ്രഹപാഠങ്ങളും ഒക്കെ എഴുതുന്ന ഒരു പുസ്തകമാണ്. എല്ലാ ദിവസവും നിങ്ങൾക്ക് സ്കൂളിൽ, എല്ലാ വർഷവും നിങ്ങൾക്ക് സ്കൂളിൽ നിന്ന് ലഭിക്കുന്നതാണ്. എന്തായിരിക്കും ആ ടെക്സ്റ്റ്? ഏതാണ്? അത് ഡയറി. ആ പുസ്തകം ഡയറി. DIARY. നിങ്ങൾക്ക് എല്ലാ വർഷവും നിങ്ങളുടെ സ്കൂളിൽ നിന്ന് കിട്ടുന്നതല്ലേ ഡയറി? DIARY. A book given to you every year in school, in which you take down instruction and homework. Diary. Second question again. A book where your teacher marks your presence. A book where your teacher marks your presence. നിങ്ങൾ എന്നും സ്കൂളിൽ വരുമ്പോൾ നിങ്ങൾക്ക് രാവിലെ പ്രസൻസ് എടുക്കുന്ന ആ ബുക്ക് നിങ്ങൾ എന്താ വിളിക്കുന്നത്? അറ്റൻഡൻസ് രജിസ്റ്റർ എന്നാണ് പറയുന്നത്. ആ ബുക്കിൽ എന്താണ് പറയുന്നത്? നിങ്ങളുടെ അധ്യാപകർ നിങ്ങളുടെ സാന്നിധ്യം അടയാളപ്പെടുത്തുന്ന പുസ്തകത്തെ അറ്റൻഡൻസ് രജിസ്റ്റർ എന്നാണ് പറയുന്നത്. അറ്റൻഡൻസ് രജിസ്റ്റർ. നിങ്ങളുടെ സാന്നിധ്യം അടയാളപ്പെടുന്ന ബുക്കിന് അറ്റൻഡൻസ് രജിസ്റ്റർ എന്നാണ് പറയുന്നത്. A book that contains pictures and articles of latest incidents. ഏറ്റവും പുതിയ സംഭവങ്ങളും ചരിത്രങ്ങളും ലേഖനങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു പുസ്തകമാണ് മാഗസിൻ. ഏത് പുസ്തകമാണ്? മാഗസിൻ. MAGAZINE. മാഗസിൻ. മാഗസിൻ എന്ന് വെച്ചാൽ മാസിക. അതായത് a book that contains pictures and articles of latest incidents. Fourth question. A book that has the meaning of words. A book that has the meaning of words. വാക്കുകളുടെ അർത്ഥമുള്ള ഒരു പുസ്തകമാണ്. വാക്കുകളുടെ അർത്ഥമുള്ള ഒരു പുസ്തകം ഏതാണ്? ഡിക്ഷണറി. Dictionary. Fifth question. A book that helps us to find different countries and places. A book that helps us to find different countries and places. ഇവിടെ രാജ്യങ്ങളും സ്ഥലങ്ങളും കണ്ടെത്താൻ നമ്മെ സഹായിക്കുന്ന ഒരു പുസ്തകം ഏതാണ്? ഇവിടെ രാജ്യങ്ങളും സ്ഥലങ്ങളും കണ്ടെത്താൻ നമ്മെ സഹായിക്കുന്ന പുസ്തകം ഏതാണ്? അറ്റ്ലസ്. ATLAS. അറ്റ്ലസ്. ഇവിടെ രാജ്യങ്ങളും
അതുപോലെ തന്നെ എന്താ സ്ഥലങ്ങൾ കണ്ടെത്താൻ നമ്മളെ സഹായിക്കുന്ന പുസ്തകമാണ് അറ്റ്ലസ്. എ ബുക്ക് ദാറ്റ് ഹെൽപ്സ് us to find different countries and places atlas. അടുത്തത് a set of books that gives us almost all information. മിക്കവാറും എല്ലാ വിവരങ്ങളും നമുക്ക് നൽകുന്ന ഒരു കൂട്ടം പുസ്തകങ്ങളെ എൻസൈക്ലോപീഡിയ എന്നാണ് പറയുന്നത്. മിക്കവാറും എല്ലാ വിവരങ്ങളും നമുക്ക് നൽകുന്ന ഒരു കൂട്ടം പുസ്തകങ്ങളെ എൻസൈക്ലോപീഡിയ എന്നാണ് പറയുന്നത്. A set of books that gives us almost all information. Encyclopedia. 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 Okay, നമ്മൾ പഠിക്കാൻ ശ്രദ്ധിച്ചിരുന്നേ. A book given to you every year in school in which you take down instruction and homework diary. A book where your teacher marks your presence and attendance register. A book that contains pictures and articles of latest incidents magazine. A book that has the meaning of words and dictionary. A book that helps us to find different countries and places atlas. Set of books that gives us almost all information. Encyclopedia. Okay, നമ്മൾ പഠിക്കാൻ ശ്രദ്ധിച്ചിരുന്നേ. A book given to you every year in school in which you take down instruction and homework diary. A book where your teacher marks your presence and attendance register. A book that contains pictures and articles of latest incidents magazine. A book that has the meaning of words and dictionary. A book that helps us to find different countries and places atlas. Set of books that gives us almost all information. Encyclopedia. Okay, നമ്മൾ പഠിക്കാൻ ശ്രദ്ധിച്ചിരുന്നേ. A book given to you every year in school in which you take down instruction and homework diary. A book where your teacher marks your presence and attendance register. A book that contains pictures and articles of latest incidents magazine. A book that has the meaning of words and dictionary. A book that helps us to find different countries and places atlas. Set of books that gives us almost all information. Encyclopedia. Okay. ഇപ്പോൾ പഠിച്ചത് നിങ്ങൾ എന്ത് ചെയ്യുക? നോട്ടുകളും 5 minutes ചെയ്ത് പഠിക്കുക. ഇത് പഠിച്ചതിന് ശേഷം അതിൻ്റെ ഫോട്ടോ ടീച്ചർക്ക് തരിക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ടീച്ചറിനോട് ചോദിച്ചാൽ എഴുതുന്നതാണ്. ടീച്ചർക്ക് പഠിച്ചത് 5 minutes നോട്ടിലോട്ട് എഴുതിയിരിക്കുക. ഇത് പഠിച്ചതിന് ശേഷം അതിൻ്റെ ഫോട്ടോ ടീച്ചർക്ക് തരിക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ടീച്ചറിനോട് ചോദിച്ചാൽ ടീച്ചർക്ക് എഴുതി തരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.